നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. That is black and white, absolutely clear that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. വോട്ട് മോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ള നടത്തുന്നവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി ഒഴിവാക്കുന്നു എന്ന വാദം ആവർത്തിച്ച് രാഹുൽ. തെളിവായി പരാതിക്കാരെ വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കി. ഒരാഴ്ചയ്ക്കകം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് രാഹുൽ. ആരോപണങ്ങൾ തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അപകടകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൽകുന്ന ബില്ല് നിയമസഭയിൽ. സംസ്ഥാനത്ത് പാൽ വില കൂട്ടും. ക്ഷീര കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി ചിഞ്ചു റാണി നിയമസഭയിൽ. വിലക്കയറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ ചർച്ച. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. രാജ്യ താൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും മന്ത്രാലയം. കരാർ ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്ന് സൗദി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡന കേസിൽ നീതി ലഭിച്ചില്ലെന്നും പോരാട്ടം തുടരുമെന്നും അതിജീവിത. ഭീഷണിപ്പെടുത്തിയ ജീവനക്കാരെ തിരിച്ചെടുത്തത് നാണക്കേടുണ്ടാക്കി. പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ പ്രതിഷേധിച്ച അതിജീവിതയെ അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂരിലെ കലുങ്ക് സംവാദത്തിനിടെ മന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചതിൽ സങ്കടമെന്ന ആനന്ദവല്ലി. കേന്ദ്രമന്ത്രിയെ കാണാൻ പോയത് കരുവന്നൂരിലെ പണം വാങ്ങിത്തരുമെന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ വാക്ക് പ്രതീക്ഷിച്ച്. പണം മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്ന മറുപടി വേദനിപ്പിച്ചു എന്നും ആനന്ദവല്ലി. വോട്ട് മോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ള നടത്തുന്നവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി ഒഴിവാക്കി. പരാതിക്കാരെ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. After solid proof that I am going to show you, the youth of India, the people of India today, proof that is black and white, absolutely clear that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. I'm also going to show you the method by which votes are being added and deleted, and I'm going to show you how they are done, how that is done. Has been systematically targeting millions of voters for deletion across India. This is something that we've heard again and again and again. Different communities, mainly communities that are voting for the opposition, Dalits, Adivasis, minorities, OBCs, are specifically targeted. We had heard this many times, and now we found 100% proof of it. Please understand, I am not going to say anything on കെ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് പുതിയ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ അതൊരു വലിയ ചർച്ചയ്ക്കാണിപ്പോൾ സാഹചര്യം ഇട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP നേതാക്കളുടെ പ്രതികരണം ഇതിനകം വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടിലേക്ക് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും കർണാടകയിലുമുള്ള 2 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടു. ഒരിടത്ത് വോട്ട് ഒഴിവാക്കുകയും ഒരിടത്ത് വോട്ട് ചേർക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാന ആരോപണമായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. കർണാടകയിൽ 6018 വോട്ടുകൾ ഒഴിവാക്കിയെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 6850 വോട്ടുകൾ കൂടുതലായി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. വിവിധ ആളുകളുടെ ഫോൺ നമ്പറുകളും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അഡ്രസ് വ്യാജമായി തന്നെ അവരിൽ നിന്ന് അപേക്ഷകൾ പോകുന്നു. ആ അപേക്ഷകൾ ഉപയോഗിച്ച് വലിയ രീതിയിൽ തന്നെ വോട്ടുകൾ ഇങ്ങനെ ഒഴിവാക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആളുകൾ കൂടുതൽ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ്
രാഹുൽ ഗാന്ധി ഈ സംബന്ധിച്ച ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി ഉന്നയിച്ചത്. മാത്രമല്ല, ഇത്തരം വോട്ട് കൊള്ളക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുകയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ചെയ്തത്. ഏതായാലും ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, അത്തരത്തിൽ അങ്ങനെ ആരുടെയും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഓൺലൈനായി വ്യാജ നമ്പറുകളും മറ്റും കൊടുത്തുകൊണ്ട് ഒരാളുടെ വോട്ട് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ വോട്ടുകൾ, ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന മണ്ഡലം അലഗ് മണ്ഡലമാണ്. അവിടെ ജയിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആരോപണങ്ങൾ കോൺഗ്രസിലേക്കല്ലേ എത്തേണ്ടത് എന്ന തരത്തിലുള്ള മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുവെന്ന വിശദീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്നുണ്ട്. ശരി പ്രശാന്ത്, വോട്ട് മോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കെ പ്രശാന്ത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന നിയമസഭയും അല്ലാതെയും കേന്ദ്രത്തോട് അഭ്യർത്ഥന നടത്തിയിരുന്നുവെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയും ഇക്കാര്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സാഹചര്യത്തിൽ കേന്ദ്രം നിഷേധാത്മക നിലപാട് തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല, സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ്. അതേപോലെ തന്നെയാണ് സർ, അതല്ല, നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഏറ്റവും മറ്റൊരു ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയും മന്ത്രിസഭയിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും കേരളത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും സംസ്ഥാന സർക്കാർ ആവശ്യമായതാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കത്തുകൾ അയച്ചു. ഒന്ന്, മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും, അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയോടാണ് ഞാൻ കത്തയച്ചത്. ഗവൺമെൻറ് എന്ന നിലക്ക് ക്യാബിനറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് അവിടുത്തെ സെക്രട്ടറിക്ക് കത്തയക്കുക. ഈ രണ്ടിനും 2 മറുപടിയാണ് സർ കിട്ടിയത്. കേന്ദ്രമന്ത്രി അധികാരമുണ്ട് എന്ന് പറയുകയും സെക്രട്ടറിയുടെ കത്തിൽ അധികാരമില്ല എന്ന് പറയുകയും ചെയ്യുന്ന 2 നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ 2 തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന വരെ നടന്നു എന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. ചന്ദനമരത്തിന്റെ വില കർഷകന് ആദ്യം തന്നെ ലഭിക്കുന്ന തരത്തിലാണ് ഭേദഗതി എന്ന മന്ത്രി കെ ശശീന്ദ്രൻ. ചില കേസുകൾ വർഷങ്ങളോളമായി കെട്ടിക്കിടക്കുകയാണ്. കോടതിയിലെത്തുന്ന വനം കുറ്റകൃത്യങ്ങൾ ഒത്തുതീർപ്പാക്കാനും വ്യവസ്ഥ ചെയ്തതാണ് ഭേദഗതിയെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കേരളത്തിലെ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പൊതുവെയും കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം കേരള സർക്കാർ ചെയ്യുന്നത്. 2 ബില്ലിൽ ഒന്ന് കേരള വന ഭേദഗതി ബില്ലാണ്. അതിൽ നിരവധി മാറ്റങ്ങൾ കർഷക സമൂഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്താൻ അവർക്ക് അധികാരമില്ല. സർക്കാർ ആവിഷ്കരിക്കുന്ന പരിപാടികളോട് സഹകരിക്കാൻ. മലപ്പുറം മണ്ണാർമലയിലെ പുലിയെ വെടിവെക്കാനുള്ള എല്ലാ ഉത്തരവുകളും നൽകിയതായി മന്ത്രി കെ ശശീന്ദ്രൻ. കൂടുതൽ RRTകൾ നിയോഗിച്ച് പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. അടിക്കാടുകൾക്കിടയിലാണ് പുലിയുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നജീം കാന്തപുരം MLA സഭയിൽ ഉയർത്തിയ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RRTകളെ നിയമിക്കുകയും പട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്നാണ്
ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള 2 കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനിടയിലാണ് ഈ പുലികൾ ഇപ്പോൾ അവരുടെ കേന്ദ്രമായി കണ്ടെത്തിയിട്ടുള്ളത്. ആ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട്. പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന് PC വിഷ്ണുനാഥ്. സബ്സിഡി ഇനങ്ങൾക്കാണ് വില വർധന ഉണ്ടായിരിക്കുന്നത്. CPI സമ്മേളനത്തിൽ പോലും വിലക്കയറ്റത്തിൽ വിമർശനമുയർന്നത് MLA ചൂണ്ടിക്കാട്ടി. സപ്ലൈകോയ്ക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നും അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. നമ്പർ 1 കേരളം. CPI-യിൽ നമ്പർ 1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഈ വിലക്കയറ്റ തോതിൽ നമ്പർ 1 കേരളം എന്ന്. ഒരു മാസമല്ല സാർ, ഇത് ഒരു മാസമാണെന്ന് കരുതണ്ട. ഒരു മാസമല്ല. നോക്കൂ, ജനുവരിയിൽ 6.79, ഫെബ്രുവരിയിൽ 7.31, ജൂണിൽ 6.71, ജൂലൈയിൽ 8.89, ഓഗസ്റ്റിൽ 9. ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം, സാർ ഒരു മാസമല്ല 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് സംസ്ഥാനത്ത് പാൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വില വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി മിൽമയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ മിച്ചമുള്ള പാൽ എത്തുന്നത് കേരളത്തിന്റെ ക്ഷീരവിപണിക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി മന്ത്രി പറഞ്ഞു. 5-അംഗ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ക്ഷീരകർഷകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ വില പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കാൻ മിൽമ ഒരുങ്ങുകയാണെന്നും തോമസ് കെ തോമസ് MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി മന്ത്രി അറിയിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽ വില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ. നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, തുടർച്ചയായി 3-ാം ദിവസവും അടിയന്തര പ്രമേയ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ വിലക്കയറ്റത്തിലാണല്ലോ ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വിലക്കയറ്റം സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിച്ചുവെന്നാണ് പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA പറഞ്ഞത്. പണപ്പെരുപ്പവും വർദ്ധിച്ചിരിക്കുകയാണ്. തുടർച്ചയായി പണപ്പെരുപ്പവും വിലക്കയറ്റ തോതും കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി കഴിഞ്ഞ 8 മാസമായി 1-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ പൊതുവിപണിയെ ഇത് പിടിച്ചു നിർത്തുന്നതിന് യാതൊരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തുന്നില്ല എന്നാണ് PC വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിച്ചത്. ഈ സാധനങ്ങളുടെ വില വർധനവ് ഓണ വിപണിയിൽ പോലും ഇതിനെ പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ റൂൾ 15 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ സമയത്ത് തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. ഓണ വിപണിയിൽ കൃത്യമായ ഇടപെടൽ തങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് ബോധ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്നാണ് 12 മണി മുതൽ 2 മണി വരെ 2 മണിക്കൂർ ചർച്ചയ്ക്കായി മാറ്റിവെച്ചത്. ഇപ്പോൾ ഇതിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തു തന്നെയായാലും ശക്തമായ ഒരു വിലവർദ്ധനവ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സർക്കാരിന് നിലവിൽ ഈ വിലവർദ്ധനയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. സപ്ലൈകോയ്ക്ക് ആവശ്യമായ തുക പോലും നൽകിക്കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ
സർക്കാരിന് ചെയ്യാൻ കഴിയുക അന്തർദേശീയമായി വിലക്കയറ്റ വിരുദ്ധ ഒരു കോൺക്ലേവ് മാത്രം നടത്താനാണ് കഴിയുക എന്ന് പരിഹസിക്കുകയും PC വിശ്വനാഥ് പരിഹസിക്കുകയും ചെയ്തു. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച പുരോഗമിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. വിലക്കയറ്റത്തിൽ സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കും. രാജ്യ താൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും പുതിയ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി അതിനെ കണക്കാക്കുമെന്നാണ് കരാറിന്റെ ഉള്ളടക്കം. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെങ്കിലും രാജ്യത്തെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സവാൾ പറഞ്ഞു. ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ ആഗോളതലത്തിലെ സ്ഥിരതയെ ബാധിക്കുന്നതും പരിശോധിക്കും. രാജ്യ താൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നു. പ്രകോപനപരമായ സാഹചര്യമുണ്ടായാൽ ഇനിയും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ടി വരും. അത്തരം നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ ഉടമ്പടി തടസ്സമാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നീക്കമുണ്ടായാൽ സൗദിയുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സുരേഷ് ഗോപി ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല എന്ന് തൃശൂരിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സഭയിൽ പങ്കെടുത്ത വീട്ടമ്മയായ ആനന്ദവല്ലി. സുരേഷ് ഗോപിയെ കാണാമല്ലോ എന്ന് കരുതിയാണ് പോയത്. അദ്ദേഹം ഒരു നല്ല വാക്കും പറഞ്ഞില്ല. സംവാദത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്നും ആനന്ദവല്ലി പറഞ്ഞു. ED പണം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ആ പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂവെന്നും ചേച്ചി അധികം വർത്തമാനം പറയേണ്ട എന്നുമായിരുന്നു ആനന്ദവല്ലിയോടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം. എൻ്റെ പേര് ആനന്ദവല്ലി. കോർപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ. സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെയ്യുന്നതാ. അപ്പോൾ കോർപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു DDനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ അടുക്കേ ചെല്ലൂ എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല. ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആള് പറഞ്ഞില്ല. അതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനത്തിനിരയായ അതിജീവിത പോലീസ് കസ്റ്റഡിയിൽ. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 പേർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രിൻസിപ്പലിനോട് പ്രതിഷേധം അറിയിക്കാനെത്തിയപ്പോഴാണ് അതിജീവിതയെ കസ്റ്റഡിയിലെടുത്തത്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരികെ മെഡിക്കൽ കോളേജിലെത്തി ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നീതി തേടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കാണാനെത്തിയ അതിജീവിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടെയുള്ള സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കയിലിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പീഡനക്കേസ് പ്രതിക്ക് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയവരെ ജോലിയിൽ തിരിച്ചെടുത്തത് ശരിയായില്ലെന്ന് അതിജീവിത. 5 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട് ആരോഗ്യമന്ത്രി അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പ്രിൻസിപ്പലിന്റെ ക്യാബിന് പുറത്തുനിന്നാണ് ഇരുവരെയും മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾ ഈ മാസം 27-ന് കൊല്ലം അമൃതപുരിയിൽ നടക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം, പ്രസാദ വിതരണം എന്നിവയും നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി മഠം നൽകി വരുന്ന അമൃതകീർത്തി പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ നിർധനരായ യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം ഇതോടനുബന്ധിച്ച് നടക്കും. കുട്ടികൾക്കായുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ്, മെഗാ ശുചീകരണ യജ്ഞം എന്നിവയും ഇത്തവണ അമ്മയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും. ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ 72ാം തിരുനാൾ ആഘോഷിക്കുന്നത്. സാധാരണ
എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളത് പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. 300 രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 300 രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി, കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് 400ഓളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ അമൃതകീർത്തി പുരസ്കാരം, സൗജന്യ വിവാഹങ്ങൾ, കൂടാതെ ഈ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം, അവർക്ക് നൽകുന്ന വസ്ത്രം, മറ്റാവശ്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അമ്മ ഈ UN-ൽ ഐക്യരാഷ്ട്രസഭയിൽ 2000-ൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മലയാള ഭാഷയിൽ. അതിനു മുൻപും അതിന് ശേഷവും അങ്ങനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഇപ്പോൾ 25 വർഷം തികയാണ്. ഈ 25ാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട്, ഒരു ലോകം ഒരു ഹൃദയം എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ്സേ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും അവിടെയൊക്കെ മലയാളികളുണ്ടോ, മലയാള സ്കൂളുകളുണ്ടോ, മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ, അവിടെയെല്ലാം ഈ കോമ്പറ്റീഷൻ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, അമ്മയുടെ പിറന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? വിപുലമായ കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തവണയും അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, 72ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. അമൃതപുരി ആശ്രമത്തിൽ ഇത്തവണ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഗണപതി ഹോമം, അത് 108 ഗണപതി ഹോമങ്ങളോടെ ആരംഭിക്കുന്ന പൂജാ ചടങ്ങുകൾക്ക് കൂടിയാണ് ഈ 27ാം തീയതി ശനിയാഴ്ച രാവിലെ 5 മണിക്കാണ് ഈ ഗണപതി ഹോമം ആരംഭിക്കുന്നത്. അതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് അമ്മയുടെ ജന്മദിന സന്ദേശമുണ്ടാകും. തുടർന്ന് വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവയും ഇത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. കൂടാതെ കലാപരിപാടികൾ, വിവിധ കലാപരിപാടികളും ഈ തവണ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും ഇത്തവണ ഉണ്ടാകും. അമൃതകീർത്തി പുരസ്കാരം, അതായത് അമൃതാനന്ദമയി മഠം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകി വരുന്ന അമൃതകീർത്തി പുരസ്കാരം, അതും ഈ ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ നിർധനരായ യുവക്കൾക്ക് 50 യുവാക്കൾക്ക് ഉള്ള ഒരു വിവാഹം, അവർക്കുള്ള സൗജന്യ വിവാഹം, അത് ഒരു സമൂഹ വിവാഹം, അത് ഇവിടെ ഉണ്ടാകും. കൂടാതെ ഈ ജന്മദിന സന്ദേശങ്ങളുടെ ഭാഗമായും മറ്റും ഒക്കെ നടത്തിവരുന്ന മറ്റ് ചില പരിപാടികൾ അത് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരികയാണ്. പ്രധാനമായും അക്കാര്യത്തിൽ മെഗാ ശുചീകരണ യജ്ഞം, അത് ഈ ആഗോളതലത്തിലുള്ള ഒരു മെഗാ ശുചീകരണ യജ്ഞമാണ്. അത് ഈ സെപ്റ്റംബർ 20-ാം തീയതിയാണ് നടക്കുക. അതിൻ്റെ ഭാഗമായി ഈ ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലകളിൽ ആശ്രമത്തിൻ്റെ സമീപപ്രദേശങ്ങളിലും മറ്റുമൊക്കെ തന്നെ എല്ലാ തരം സമൂഹത്തിലെ എല്ലാത്തരം ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുചീകരണ പരിപാടികൾക്കാണ് അമ്മ ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കും. കൂടാതെ കുട്ടികളുടെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ മറ്റ് സൗജന്യമായുള്ള ശസ്ത്രക്രിയാ വിഭാഗങ്ങളും അതിനുള്ള ക്യാമ്പുകൾ ഇത്തവണ പലയിടങ്ങളിലായി നടത്തിവരുന്നു. ഈ ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത്തരത്തിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തും എന്നുള്ളതും ഇത്തവണ ഈ ഒരു അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ്. ഒപ്പം തന്നെ ഈ സന്ദേശങ്ങൾ, അതായത് അമ്മയുടെ ജന്മദിന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു സന്ദേശം നൽകുക, അല്ലെങ്കിൽ സമൂഹ സേവനത്തിലൂടെ ഒരു സന്ദേശം നൽകുക എന്ന കാര്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇത്തവണയും അമൃതപുരി, അതിനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തി അത് പൂർത്തീകരിച്ചു വരുന്നത്. ഏതായാലും സെപ്റ്റംബർ 20-ന് നടക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം അതൊരു വലിയ സംരംഭമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനവും ഇപ്പോൾ മഠം പുറപ്പെടുവിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞു. അത്തരത്തിൽ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ശുചിത്വം, അത് ലോക നന്മയ്ക്കും ലോക ശുചിത്വം അല്ലെങ്കിൽ അത്തരം ഒരു ആശയം, അമ്മയുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തവണയും ഈ അമ്മയുടെ 72ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് ആരംഭം ആകുന്നത്. ശരി സുധീഷ്. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ അമൃതപുരിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോ ഫൈനലിൽ പ്രതീക്ഷയോടെ ഇന്ത്യയുടെ നീരജ് ചോപ്ര. വൈകിട്ട് ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.